നമസ്കാരം. ഇത് നമ്മൾ പിക്കിൾഡ് ഓനിയൻ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. വിനാഗിരി ഒന്നും ചേർക്കാതെ സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 1 പച്ചമുളക് അരിഞ്ഞതും ഇട്ടെടുക്കുകയാണ്. 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ലെമൺ ജ്യൂസ് ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. വിനാഗിരി അല്ല കേട്ടോ. വിനാഗിരിയിൽ നമുക്കിത് ഉണ്ടാക്കാം. ഇപ്പോൾ ഇത്രയും വലുപ്പമുള്ള ലെമൺ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ജ്യൂസ് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം. ലെമൺ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. 3 വലുപ്പമുള്ള ലെമണിൻ്റെ ജ്യൂസാണ് കേട്ടോ ഇത്. ഇനി ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. ചില്ലുപാത്രം തന്നെ ഉപയോഗിക്കുക. ഉപ്പും പുളിയും എരിവും ഒക്കെയായി. അപ്പോൾ ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലെമൺ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ജ്യൂസിൽ കിടന്നിട്ട് നമ്മുടെ ഒനിയൻ തയ്യാറാവണം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. 2 ദിവസം കഴിഞ്ഞിട്ട് തുറന്നു വെക്കുക. അപ്പോഴേക്കും നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഇത് ബോട്ടിലാക്കി വെച്ചിട്ട് 2 ദിവസമായി. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. പിക്കിൾഡ് ഓനിയൻ തയ്യാറായിട്ടുണ്ട്. നല്ല പിങ്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. നമുക്ക് ബിരിയാണിയുടെ കൂടെ കഴിക്കാം, മന്തിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. സലാഡ് ഉണ്ടാക്കുമ്പോൾ ഇതും ചേർത്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.